പാകിസ്ഥാനൊപ്പം നിലകൊള്ളുമെന്ന നിലപാട് ആവർത്തിച്ച ചൈന പാകിസ്ഥാന്റെ പരമാധികാരം, പ്രാദേശിക അഖണ്ഡത, ദേശീയ സ്വാതന്ത്ര്യം എന്നിവയ്ക്കുള്ള തങ്ങളുടെ ഉറച്ച പിന്തുണയാണ് ചൈന പാകിസ്ഥാന് വാഗ്ദാനം ചെയ്തത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ പ്രഖ്യാപനത്തിന് ശേഷം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം ചൈന വ്യക്തമാക്കിയത്. ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ അധികം ഇടപെടാതെ മാറി നിന്നിരുന്ന ചൈന കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുമായി പാകിസ്ഥാന്റെ പക്ഷം ചേർന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രഖ്യാപനത്തിനു ശേഷം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ചർച്ച നടത്തിയിരിക്കുകയാണ്. ഈ ചർച്ചയിൽ ചൈന വിദേശകാര്യമന്ത്രി പാകിസ്ഥാന്റെ പരമാധികാരം, പ്രാദേശിക അഖണ്ഡത, ദേശീയ സ്വാതന്ത്ര്യം എന്നിവയ്ക്കുള്ള തങ്ങളുടെ ഉറച്ച പിന്തുണ നൽകിയിരിക്കുകയാണ്. ചൈന പാകിസ്ഥാനൊപ്പം നിലകൊള്ളുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായുള്ള ചർച്ച ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് നിലവിൽ വന്ന യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ചായിരുന്നുവെന്ന് പാക് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നു. എക്കാലത്തെയും തന്ത്രപരമായ സഹകരണ പങ്കാളികൾ എന്നും ഉരുക്കുപോലെ ഉറച്ച സുഹൃത്തുക്കളെന്നുമാണ് ഇരു രാജ്യങ്ങളും പരസ്പരമുള്ള ബന്ധത്തെ ചൈനീസ് വിദേശകാര്യമന്ത്രി വിശേഷിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. കര, വ്യോമ, നാവിക അതിർത്തികളിൽ ഉടനടി വെടിനിർത്തൽ നടത്താൻ ഇന്ത്യയും പാകിസ്ഥാനും സമ്മതിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ചൈനയുടെ ഈ ഇടപെടൽ. ഇതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ ധാരണയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പങ്കിനെയും പാകിസ്ഥാൻ സ്വാഗതം ചെയ്തിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാനുള്ള അദ്ദേഹത്തിന്റെ വാഗ്ദാനത്തിന് നന്ദി പറയുന്നുവെന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ US ഇടപെട്ടിട്ടാണെന്നും കാശ്മീർ തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥനാകാമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.